വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ രണ്ടോട്ടം പറഞ്ഞുകൊണ്ട് പഠിക്കുന്നൊന്നും തോന്നുന്നില്ല. അറിയാത്ത ആളുകൾ ചോദിച്ച് പഠിക്കണം. എന്തറിയോ, ഈ കൂട്ടത്തിൽ തന്നെ കുറെ കുട്ടികളുണ്ടാവും ഇത്തരത്തിലുള്ള വൃത്തികെട്ട സംഭവങ്ങളൊക്കെ നിർത്താൻ ആഗ്രഹിക്കുന്ന പക്ഷെ നിർത്താൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവർ ഈ അധികാരം കൃത്യമായിട്ട് സുബഹി നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലിത്തീരാൻ 7 മിനിറ്റ് വേണ്ടുള്ളൂ. 100 വട്ടം 7-8 മിനിറ്റ് കൊണ്ട് നിങ്ങളത് ചൊല്ലിത്തീരും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 7 സെക്കൻഡാണ് ഒരു ദിക്ർ ചെല്ലാൻ വേണ്ടി വരിക. ഒരാൾക്ക് അവരുടെ നാവിന്റെ സ്പീഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾ 100 വട്ടം രാവിലെയും 100 വട്ടം വൈകുന്നേരവും ചെല്ലുക. നല്ലൊരു ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പിശാചിനെ നിങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തി കുറയും. അതേപോലെ തന്നെ കൃത്യമായി കഴിയുമ്പോഴെല്ലാം ജമാഅത്തായി നിസ്കരിക്കുക. ജമാഅത്ത് കൃത്യമായി, അപ്പൊ നമുക്ക് പാപം ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ പ്രാർത്ഥനകളുടെ അർത്ഥം പഠിക്കുക. നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ അർത്ഥം വല്ലാത്ത കോമഡിയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളോടും അത്തഹിയാത്ത് ഓതാൻ പറഞ്ഞാൽ അത്തഹിയാത്തുൽ ഓണാക്കിയാൽ മസീഹു ദജ്ജാൽ നിൽക്കുള്ളൂ. അതിന്റെ ഇടയിൽ നിർത്താൻ പറഞ്ഞിട്ട് ഒന്നുകൂടി തുടങ്ങാൻ പറഞ്ഞാൽ കഴിയൂല. അല്ലേ? സത്യല്ലേ? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു അലൈഹി അസ്സലാമു അലൈക അയ്യുൻ നബി റഹ്മത്തുള്ളാഹി വബറകാത്തു അങ്ങനെ അങ്ങോട്ട് പോയി മസീഹു ദജ്ജാൽ എന്നിട്ട് കദക്കും. അതിന്റെ ഇടയിൽ നിർത്തി അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു. അതിന്റെ ബാക്കി പറഞ്ഞേ അത് കഴിയൂല. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തുടങ്ങേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിലോ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടിൽ നിന്നും പാപങ്ങളിൽ നമ്മുടെ നമസ്കാരം നമ്മൾ തടയണം. അങ്ങനെ തടയണമെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് എന്തുണ്ടാവണം? ആത്മാവുണ്ടാവണം, ജീവൻ ഉണ്ടാവണം. ചത്ത നിസ്കാരാവരുത്. ചത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ കള്ളൂടിയന്മാരോട് നിസ്കരിക്കാൻ പാടില്ലെന്ന് പഠിച്ചോൻ എന്തുകൊണ്ടാ പറഞ്ഞ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. സുബ്ഹാനല്ലാഹ്. ഇത് കള്ളുകൂടി പൂർണ്ണമായിട്ടും നിരോധിക്കുന്നതിന്റെ മുമ്പുള്ളതാണ്. അന്ന് പല ആളുകളും കള്ളൊക്കെ കുടിച്ച് ഖിലാസോടെ വന്ന് നിസ്കരിക്കാൻ കഴിയട്ടും. എന്നിട്ട് അവർക്ക് ഓതുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല, ബോധം ഉണ്ടാവില്ല, ഫുള്ള് മാലിലായിരിക്കും. അവർ പറയുന്നത് എന്താ അവർക്ക് മനസ്സിലാവില്ല. ഇന്ന് കള്ള് കുടിക്കാതെ തന്നെ നമ്മളെ അവസ്ഥയിലാണ്. അവരന്ന് കള്ള് കുടിച്ചിട്ടാണ് ബോധം പോയത്. ഇന്ന് കള്ള് കുടിക്കാണ്ട് തന്നെ നമുക്ക് ബോധം പോയി. നമ്മൾ നിസ്കാരത്തിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. നിസ്കരിക്കാൻ ഇങ്ങനെ കൈകെട്ടിയാൽ അങ്ങനെ ഓതും, അങ്ങനെ ചൊല്ലും, അങ്ങനെ പറയും. എന്താ പറയുന്ന, ആരോടാ പറയുന്നത്? അല്ലാഹു. പണ്ട് ഒരു തമാശ പറയാറുണ്ട്. ഇമാമ് 3 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം കിട്ടി. അപ്പോൾ ആരും സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ല. കാരണം ആർക്കും ബോധമില്ല. ശമ്പളം വാങ്ങുന്ന ഇമാമാണല്ലോ, അപ്പൊ റക്അത്ത് ഓർക്കേണ്ടത് ഇമാമാണല്ലോ. അങ്ങനെ ഒരാള് പറഞ്ഞു നിങ്ങൾ 3 നിസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആളൊക്കെ പറഞ്ഞു 3 അല്ല 4 നിസ്കരിച്ചിട്ടുണ്ട്. 4 നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, പിന്നെ തർക്കായി. അവസാനം ഇയാൾ പറഞ്ഞു 3 നിസ്കരിച്ചിട്ടുള്ളൂ എനിക്ക് ഉറപ്പാണ്. എന്താ കാരണം? എനിക്ക് 4 കടമുറിയുണ്ട്. ഈ അടുത്ത കാലത്ത് കേട്ടതാണ്, ആരോ പറഞ്ഞു കേട്ടതാണ് ഈ സംഭവം, ഈ കഥ. എനിക്ക് 4 കടമുറിയുണ്ട്. 1-ാമത്തെ റക്അത്തില് 1-ാമത്തെ കടമുറിന്റെ കണക്ക് മുഴുവൻ ഞാൻ തീർത്തു. 2-ാമത്തെ റക്അത്തിൽ 2-ാമത്തെ കടമുറിന്റെയും കണക്ക് തീർത്തു. 3-ാമത്തെ റക്അത്തില് 3-ാമത്തെ കടമുറിന്റെയും കണക്ക് തീർത്തു. 4-ാമത്തെ കടമുറിന്റെ കണക്ക് ഞാൻ തൊട്ടിട്ടില്ല. അപ്പൊ 4 നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അതാ നമ്മളൊക്കെ നിസ്കാരത്തിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് നിസ്കാരം നമ്മളെ ഫാഹിഷത്തിൽ നിന്നും വൃത്തികേടെന്ന് തടയാത്തത്. ഈ നിസ്കാരത്തിൽ ശ്രദ്ധ ഇട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമസ്കാരത്തിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നതിന്റെ അർത്ഥം നമ്മൾ എത്ര സുന്ദരമായ പ്രാർത്ഥനകളാണ്. വജ്ജഹത്ത് ഓതുന്നവരാണെങ്കിലും അല്ലാഹുമ്മ ബഅഇദ് ബൈനി ഓതുന്നവരാണെങ്കിലും വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു ആകാശഭൂമികൾ സൃഷ്ടിച്ച ലോകൈകനാഥനായ സൃഷ്ടാവിന്റെ മുന്നിലേക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ശുദ്ധമായ നിലയിൽ ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനകൾ നമ്മൾ പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ നിസ്കാരം ഒരിക്കലും നമ്മളെ തെറ്റിന് തടയൂല, പാപത്തിന് തടയില്ല. അപ്പൊ മക്കളെ, ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളും പാപങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം ആദ്യമായി ക്ലിയർ ആക്കുക.
നിസ്കാരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദുആ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ 100 വട്ടം ചൊല്ലുക. അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അറബിക് കീപാഡ് ഉണ്ടെങ്കിൽ അദ്കാറു സ്വബാഹ് വൽ മസാ എന്നടിച്ചാൽ ഒരുപാട് ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ നിങ്ങൾക്ക് എടുത്താൽ അതിൽ തന്നെ എണ്ണം പിടിച്ചിട്ട് ദിക്ർ ചെല്ലാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ദിക്റുകളുണ്ട്. അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്, അതായത് ഈ അദ്കാർ മുഴുവൻ ചൊല്ലിക്കഴിയുമ്പോഴേക്ക് അന്നത്തെ ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഈ അസ്ബഹ്ന എന്നുള്ളിടത്ത് എന്താവും? അംസൈന എന്നാവും. അന്ന് രാത്രിത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹിനോട് ചോദിച്ചിരിക്കും. അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആ പ്രൊട്ടക്ഷന്റെ ഷീൽഡ് നമ്മുടെ ചുറ്റിലും ഉണ്ടാകും. പിശാചിന് നമ്മിലേക്ക് കടന്നു വരുന്നതിനുള്ള സാധ്യതകളും ശക്തിയും ഊർജവും കുറയും. അങ്ങനെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതോടൊപ്പം ആത്മാർത്ഥമായ ആഗ്രഹം ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്കുണ്ടാകണം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? ഒന്നാമത്തത് എന്താണ്? നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് സിനിമയും സീരിയലും മ്യൂസിക്കുകളും നമ്മൾ ഒഴിവാക്കണം. നാലാമത്തത് അശ്ലീലതകൾ, വൃത്തികേടുകൾ നോക്കുന്നതിൽ നിന്നും കാണുന്നതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും നമ്മൾ പിന്മാറണം. നാലാമത്തൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഉറക്കം വരുന്ന ആളുകളുടെ ഉറക്കൊക്കെ പോകും. അതെന്താ അറിയോ? പ്രണയമാണ്. അതെങ്ങനെയാണ് തുടങ്ങുന്നത്, അതെങ്ങനെയാണ് വികസിക്കുന്നത്, അതെങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രണയിച്ചുകൊണ്ടെന്നല്ല, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രായമുള്ള അനുജന്മാരും കൂട്ടുകാരും MSMന്റെ പ്രവർത്തകരൊക്കെ ആയിട്ട് ഇടപഴകുന്നുണ്ട്. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം വന്നിട്ട് പറയും, എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ പ്രണയിക്കുന്ന ആണിനോടും പെണ്ണിനോടും നമ്മൾ തുടക്കത്തിൽ പറയുന്നത് എന്താണോ അത് അവസാനം അവരിങ്ങോട്ട് പറഞ്ഞുതരും. ഒരു ഉളുപ്പുണ്ടാവില്ല. അതാണ് തുടക്കത്തിൽ അവരോട് നമ്മൾ പറയുന്ന സംഗതി എന്താണോ അത് അവസാനം അവരിങ്ങോട്ട് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇവരിങ്ങനെ ഈ ഒരു ബന്ധം തുടങ്ങുമ്പം പറയും, മോനെ ഇതെല്ലാം വെറുതെയാണ്, ഇതെല്ലാം പൊട്ടത്തരമാണ്, ഒന്നുമില്ല, ഉള്ളു പൊള്ളയാണ്, വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. വെറുതെ എത്ര കുട്ടികളുണ്ടെന്നറിയോ അവരുടെ കരിയർ നശിപ്പിച്ച്, എന്നിട്ട് ഇപ്പോഴും ഇതേ സപ്ലൈ ചെയ്ത് നടക്കുന്ന. +2 മുഴുവൻ വിഷയത്തിനും A+ ഓടിച്ചവർ, എന്നിട്ട് ആ സ്കൂളിന്റെ സ്വീകരണം വാങ്ങിയവർ, അവരൊക്കെ ഈ +2 ശേഷം പ്രേമം തുടങ്ങിയിട്ട് പേപ്പറുകൾ ബേക്കായി. എങ്ങനെ ബേക്കാവാതിക്കുക? അവള് പറയുന്നത് വാങ്ങിച്ചു കൊടുക്കണം. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് ഫോണിൽ സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്, 3 മണിക്കൂർ 4 മണിക്കൂർ ഇവരൊക്കെ പിടിച്ച് സ്റ്റേജിൽ കയറണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം 1.5 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ വിഷയം തീർന്നു. പിന്നെ എന്താ പറയാനുണ്ടാവില്ല. ഇവർ 3 മണിക്കൂർ 4 മണിക്കൂർ എന്തായി സംസാരിക്കുന്നത്? ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉമ്മ വിളിക്കാറുണ്ട്. ഒരു 5-10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെന്തുണ്ട്, വേറെന്തുണ്ട്, പിന്നെന്തുണ്ട് മാത്രമാവും. സാധനം പറയും, ഉമ്മ ഇനി ഒന്നും പറയാനില്ല, ഞാൻ വിളിക്കാം, ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും എന്നിട്ട് വെക്കലാണ്. കാരണം അതിനോട് അങ്ങോട്ടും പറയാനൊന്നുമില്ല, വിഷയങ്ങൾ തീർന്നു. പക്ഷെ ഇതൊന്നും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് അത്ഭുതം തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്? അത് വല്ലാത്തൊരു ലഹരിയാണ്. ചില സംസാരങ്ങൾ കേൾക്കാനും ഇടയായിട്ടുണ്ട് കേട്ടോ. കട്ടുകേട്ടതൊന്നുമല്ല, യാദൃച്ഛികമായിട്ട് കേട്ടുപോയതാണ്. അതായത് എന്താ ഇന്ന് കഴിച്ചതെന്ന് ചോദിച്ചാൽ ചപ്പാത്തി, 3 ചപ്പാത്തി, പച്ചക്കറിയിൽ 1 ക്യാരറ്റിൻ്റെ കഷ്ണം, 1 ഉരുളക്കിഴങ്ങ്, ഇതൊക്കെയാണ് വിശദീകരിച്ചു കൊടുക്കുക. ഒരാവശ്യമില്ലാത്ത സംസാരം, മണിക്കൂറുകളും മിനിറ്റുകളും വെറുതെ പടച്ചോന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെങ്ങനെ അധികം നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളുടെ അധിക പ്രേമം തുടങ്ങുന്നപ്പോൾ അറിയോ? ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്. ഫ്രണ്ട്ഷിപ്പല്ല മക്കളെ, അത് ഫ്രണ്ട്ഷിപ്പല്ല. നിങ്ങൾക്ക് തോന്നാണ് അത് ആരെങ്ങളോട് പറഞ്ഞു അത് ഫ്രണ്ട്ഷിപ്പാണ്? അത് ഫ്രണ്ട്ഷിപ്പല്ല, ശുദ്ധ പോയറ്റമാണത്. അത് ഫ്രണ്ട്ഷിപ്പാണെന്ന് വിശ്വസിക്കുന്നത്. എല്ലാം ഷെയർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും, ഇവനോട് പറയാ. എന്നിട്ട് എന്താ അറിയോ? വീട്ടിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇവന് വേഗം മെസ്സേജ് അയക്കാം, ഐ എം വെരി അപ്സെറ്റ്, ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഭയങ്കര പ്രശ്നമാണ്, കുഴപ്പമാണ്. അപ്പോൾ ഓൻ അങ്ങോട്ടൊരു സ്മൈലി, കരഞ്ഞിട്ട് സ്മൈലി. ഓന് ശരിക്കും ഇവിടുന്ന് ചിരിക്കുന്നുണ്ടാവും. ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല, നട്ടപ്പായിരൊക്കെ, ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്. എന്നിട്ട് അതിങ്ങനെ ഇവനയച്ച സ്മൈലി നോക്കിയിട്ട് ഇവള്, ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞപ്പോൾ കരഞ്ഞുപോയി പാവം.
അപ്പൊ എത്ര സ്നേഹമാണ് എന്നോട്. ഹോ, ഇവനെപ്പോലത്തെ അവന് കിട്ടണം, ഇവനെപ്പോലത്തെ അവനെ കിട്ടണം. ആ കിട്ടണം 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 ലാസ്റ്റ് കെട്ടണം എന്നാവും. അപ്പൊ റൂട്ട് മാറുമ്പോൾ ഈ ബന്ധം ഇങ്ങനെ തുടങ്ങുമ്പോൾ നമ്മളെപ്പോലെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, മോനെ ഇത് വേണ്ടാത്ത പോക്കാണ്. അപ്പം പറയും, ആ ഇത് വേണ്ടാത്ത പോക്ക് തന്നെയാണല്ലോ. പിന്നെ ഇത് മുറുകി അവസാനം വീട്ടിലെത്തും. അധികം ഒരേ പ്രായക്കാരായിരിക്കും, അല്ലേ? ശരിയല്ല ഞാൻ പറയുന്നത്? ഒരേ പ്രായക്കാരായിരിക്കും അധികവും. ഇവന് കോഴ്സ് കഴിഞ്ഞിട്ട് ഇവന് പണിയൊക്കെ നേടണം, ജോലിയൊക്കെ നേടണം. അവളെ വീട്ടിൽ നിന്ന് കല്യാണാലോചന തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ അപൂർവം കേസുകൾ വീട്ടുകാർ തമ്മിൽ സംസാരിക്കും, എന്നാലും ഉടക്കിപ്പോവും അവസാനം. എന്നിട്ട് ഓള് വേറെ കല്യാണം കഴിച്ച് ഇവനൊരു 1-2 മാസം ഇങ്ങനെ നിരാശാകാമുകനായിട്ട് ഇങ്ങനെ നടക്കും. ആ 1-2 മാസം കഴിഞ്ഞാൽ ഓൻ ശരിയാവും. എന്നിട്ട് ഓൻ വലിയ മുൽത്താനായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് വന്ന് പറഞ്ഞുതരും, ഇതൊക്കെ വെറുതെ ആട്ടോ, പോയത്താണ്, ഒന്നുമില്ല, 0. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ അവരോട് അങ്ങോട്ട് പറയുന്ന കാര്യം അവസാനം അവരിങ്ങോട്ട് നമ്മളോട് പറഞ്ഞുതരും. അതുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആണും പെണ്ണും തുടക്കത്തിൽ മനസ്സിലാക്കും. അതുകൊണ്ട് ആ പരിപാടിക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. ഓരോന്നിനും ഓരോ പ്രായം നിശ്ചയിച്ചിട്ടില്ലേ? ഉണ്ട്. നല്ലൊരു ഇണയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള പക്വത വരണമെങ്കിൽ ഈ പ്രായം വിടണം. ഈ പ്രായത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇണ നല്ലതായിരിക്കൂല, ആവേശപ്പുറത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രായത്തിൽ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാവും. ഉള്ളിലില്ലാത്ത മനുഷ്യനല്ലല്ലോ, മലക്കല്ലേ. ഉള്ളിൽ ഒരാളോടും പ്രേമം തോന്നുന്നില്ല. ഒരാൾ വന്നിട്ട് പറയാൻ, ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രേമേ തോന്നുന്നില്ല, അവനെ നമ്പണ്ട. കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റൂല, കാരണം അത് കളവാണ്. അല്ലെങ്കിൽ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഉള്ളിൽ അങ്ങനെ തോന്നിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ചിന്തക്ക് വശംവദരാകരുത്. വശംവദരായിപ്പോയാൽ പിന്നെ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല അത്. പിന്നെ അത് ഡിപ്രഷനിലാവും, ഒരുപാട് പ്രശ്നങ്ങളാവും, പ്രയാസങ്ങളാവും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടാവും, കുടുംബത്തിന് ചീത്തപ്പേരാവും. ഒരു വട്ടം പ്രേമിച്ചാവും മരിക്കുന്നവരെ പ്രേമിക്കുന്നവനാ. ഒരു വട്ടം ഒരാൾ പ്രേമിച്ചാൽ ഓ മരിക്കുന്നവരെ കുടുംബത്തിൽ പ്രേമിച്ചവനാണ്. ഒരു പെണ്ണ് പ്രേമിച്ചാലോ ഓള് മരിക്കുന്നവരെ കുടുംബത്തിൽ ആ ചീത്തപ്പേര് തേച്ചാലും മാച്ചാലും പോവില്ല. അതുകൊണ്ട് മക്കളെ, ആ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. അത് ഇപ്പൊ തുടർന്നു പോകുന്നുണ്ടെങ്കിലും അത് എത്ര ഊഷ്മളമാണെങ്കിലും വേരുകൾ കൂടുതൽ മനസ്സിലേക്ക് ഇറങ്ങും തോറും അത് പറിച്ചെറിയുമ്പോൾ ബ്ലീഡിങ് കൂടും, പ്രയാസം കൂടും. അതുകൊണ്ട് നന്ന ഇറങ്ങുന്നതിന്റെ മുമ്പ് അത് പറിച്ചെറിഞ്ഞാൽ, ഇനി നന്ന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താളാ, അതങ്ങോട്ട് പറിച്ചെറിഞ്ഞാളാ. അത് ഉപകാരത്തിനുള്ളതല്ല, അത് എന്തായാലും ദോഷത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കണം. ഇനിയൊരു 4 കാര്യം കൂടിയുണ്ട്. നെഞ്ചത്ത് കൈവെക്കരുത്, പഠിച്ചോനെ 4 കാര്യം ഇയാൾ പറഞ്ഞിട്ടുള്ളൂ, ഇനി 4 കാര്യം ബാക്കിയുണ്ടോ? ചെറിയ സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട 4 കാര്യങ്ങളാണ്. എന്താണ്? ഒന്നാമത്തത് സഹ്ദു ദുനിയ. ദുനിയാവിനോടുള്ളൊരു വിരക്തി നമുക്കുണ്ടാവണം. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. ആ ആയത്തും അവസാനിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് തുടങ്ങിയ ആയത്തും അവസാനിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് വഞ്ചനയുടെ വിഭവമാണ്, ചതിയുടെ വിഭവമാണ് എന്നാണ്. ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു അനുഭവം. എന്താ അറിയോ? ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു അടുത്ത കൂട്ടുകാരൻ ബസ്സിൽ കയറി. വോൾവോ ബസ്സിലാണ് വരുന്നത്. അപ്പം ബസ്സിൽ കയറിയിട്ട് ആ സെമി സ്ലീപ്പർ ഉണ്ടല്ലോ, പകുതി ഇങ്ങനെ തുറങ്ങുന്നത്. അപ്പം ആ സീറ്റിൽ അങ്ങനെ ഇരുന്നിട്ട് അവന് ഇപ്പുറത്തെ സീറ്റിൽ ആരും വന്നിട്ടില്ല. ആരാ വരിക പഠിച്ചോനെ നീ വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കണം. വല്ല പൊണ്ണത്തടിയനും വന്നാൽ ആകെ കുടുങ്ങിയല്ലോ, പിന്നെ സ്ഥലമില്ലല്ലോ കിടക്കാൻ. അങ്ങനെ ബേജാറായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, അവൻ പറയാൻ അപ്രതീക്ഷിതമായിട്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ആ സീറ്റിൽ വന്നിരുന്നു. എൻ്റെ സമാധാനം പോയി എന്നാൻ പറഞ്ഞു. ഓൻ്റെ സമാധാനം പോയി. ഓനിങ്ങനെ ഇടക്കിടക്ക് ഇടം കണ്ടിട്ട് നോക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു ഭയങ്കര സൗന്ദര്യമാണ്, എനിക്ക് വല്ലാതെ മതിപ്പുണ്ടാവാൻ തുടങ്ങി. ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മനസ്സ് സ്വപ്നം കാണാൻ തുടങ്ങി. കെട്ടുന്നുണ്ടെങ്കിൽ എവിടെ പോലത്തെ ഒരുത്തനെ കെട്ടണം. എന്നിട്ട് അങ്ങനെ ജീവിതം ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ ബസ് മുന്നോട്ടെടുത്തു. കുറച്ച് ബസ് മുന്നോട്ട് പോയപ്പോൾ ഈ കുട്ടി ഏമ്പക്കെടാൻ തുടങ്ങി. പെൺകുട്ടി ഹിക്കപ്സ്, അതിനെന്താ പറയാ നിങ്ങളിവിടെ? ഇങ്ങനെ അത് ഉണ്ടാവൂലേ, എന്താ പറയാ?
എക്കട്ടം. ഓരോ നാട്ടിൽ, നമ്മുടെ നാട്ടിലേക്ക് എക്കൽ, ഓരോ നാട്ടിൽ ഓരോന്നാണ്. ഹിക്കപ്സ് എന്നാണ് അതിന് പറയുക. അതിങ്ങനെ ഈ പെൺകുട്ടി അതിങ്ങനെ വരാൻ തുടങ്ങി. പെൺകുട്ടിക്ക് അതിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പറയാൻ ആ സമയം വരെ ഉണ്ടായിരുന്ന മതിപ്പ് മുഴുവനും പോയി. ഇങ്ങനെ എക്കട്ടിടുക, ഒരു വൃത്തിയില്ല കേൾക്കാൻ. ആ തിന്ന ബിരിയാണിൻ്റെ സ്മെല്ലും അടിക്കുന്നുണ്ട്. ഖലാസ്, ഇത്ര ഉള്ളൂ ദുനിയാവ്. നമ്മൾ എത്ര സുന്ദരനാണെങ്കിലും സുന്ദരിയാണെങ്കിലും ആ സുന്ദരനോടും സുന്ദരിയോടുള്ള മതിപ്പ് കളയാൻ ഒരു എക്കൽ മതി, ഒരു ഏമ്പക്കം മതി. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബഷീറിനോട്, എഴുത്തുകാരൻ ബഷീറിനോട് ഒരാൾ ചോദിച്ചത്രേ, എന്നോട് ഒന്ന് തോന്നരുത് കേട്ടോ, നിങ്ങൾക്ക് പച്ചയായി മനസ്സിലാക്കി തരാൻ ഞാൻ പറയുന്നതാണ്. ഒരാൾ ചോദിച്ചത്രേ, നിങ്ങൾക്ക് ഐശ്വര്യ റായിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ മൂപ്പര മറുപടി പറഞ്ഞു, ഓളും വളിയിടുന്നു. അത് ഞാൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര മതിപ്പുള്ള ആളാണെങ്കിലും ഇങ്ങനെയുള്ള സംഗതികൾ മനുഷ്യന്മാർക്കുണ്ടല്ലോ. ഇനി ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക, മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു കാമുകൻ മരിച്ചു എന്ന് വിചാരിക്കുക, ഒരു കാമുകൻ മരിച്ചു എന്ന് വിചാരിക്കുക. മരിച്ചിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞു. അപ്പം എന്തോ ആവശ്യത്തിന് ആ കബറൊന്ന് തുറക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ കാമുകയുണ്ട് നാട്ടിൽ, പേരുകേട്ട പ്രേമമാണ്, ഭയങ്കര പ്രേമമാണ്, പേരുകേട്ട പ്രേമമാണ്. അപ്പോൾ ഈ കാമുകന്റെ കബറ് തുറക്കുമ്പോൾ ആളുകൾ കാമുകനോട് പറഞ്ഞു, എഴുത്തുതരാൻ വരുന്നുണ്ട്, ആളുകൾ കാമുകനോട് പറഞ്ഞു, നിന്റെ കാമുകന്റെ കബറ് തുറക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണണോ? അല്ലെങ്കിൽ കാണാനുള്ളൊരു അവസരവും കളയാത്ത കാമുകിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മണിക്കൂറുകൾ തമാമിൽ നോക്കി നിൽക്കുന്ന കാമുകിയും കാമുകനുമാണ്. എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. പള്ളിക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, കബറും കൊണ്ട് തുറന്നു. പിന്നെ ഓളെങ്ങനെ നിൽക്കാറിയോ? ഇങ്ങനെ നിൽക്കും. എന്താ കാരണം? 3 ദിവസം കൊണ്ട് അയാളുടെ വയറ് വീർത്ത് പൊട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്തുനിന്ന് ചലവും ചോരയും പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. 2 കണ്ണിൻ്റെ പകരം വലിയ ഗുഹകൾ മാത്രമാണ് ബാക്കിയായിട്ടുണ്ടാവുക. ശരീരം മുഴുവൻ വികൃതമായിട്ടുണ്ടാവും. ഇതാ മനുഷ്യൻ. ഇത്രയേ ഉള്ളൂ ഇവിടെയുള്ള മനുഷ്യൻ. അതുകൊണ്ട് ഈ ദുനിയാവ് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ നിസാരന്മാരാ നമ്മൾ, അല്ലേ? എൻ്റെ ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയണമെങ്കിൽ വേറൊരുത്തം പൈസ കൊടുത്തുണ്ടാക്കിയ ലാബിൽ പോയിട്ട് എൻ്റെ ബ്ലഡ് കൊടുത്ത് അത് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നിട്ട് ആ പേപ്പർ നോക്കിയിട്ട് വേണം എൻ്റെ ബ്ലഡിൽ എന്തുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ. എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് യഥാക്രമം നടക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി കിടന്നു കൊടുത്ത് ECG എടുത്ത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാൻ. എൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വൃത്തിയിൽ നടക്കുന്നുണ്ടോ എന്നറിയാൻ ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റ് എഴുതി തരുന്ന ടെസ്റ്റുകൾ മുഴുവൻ ചെയ്തിട്ട് റിപ്പോർട്ട് കൊണ്ടുപോയി ആ ഗ്യാസ്ട്രോ എൻഡോളജിസ്റ്റ് എനിക്ക് പറഞ്ഞിരുന്ന ആമാശയം, നിന്റെ ആമാശയം ആരാ പറഞ്ഞിരുന്നത്? വേറൊരാൾ. ആരോട്? എന്നോട്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? എൻ്റെ ആമാശയത്തെ കുറിച്ച്, എൻ്റെ ഹാർട്ടിനെ കുറിച്ച്, എൻ്റെ കിഡ്നിയെ കുറിച്ച്, എൻ്റെ ലിവറിനെ കുറിച്ച്, എൻ്റെ ബ്ലഡിനെ കുറിച്ച്, എൻ്റെ ന്യൂറോസിനെ കുറിച്ച്, എൻ്റെ തലച്ചോറിനെ കുറിച്ച്, എൻ്റെ കണ്ണിനെ കുറിച്ച്, മൂക്കിനെ കുറിച്ച്, എന്നെ കുറിച്ച് തന്നെ എനിക്ക് മുഴുവനായും അറിയാൻ കഴിയാത്ത ഈ ദുനിയാവ് എത്രയോ നിസ്സാരമാണ്, എനിക്കത് അന്യമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് മക്കളെ നമ്മുടെ ഈ ജീവിതത്തിൽ അർത്ഥം മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് ഈ ദുനിയാവിനോട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിനോടൊരു വിരക്തി നമുക്കുണ്ടാവണം. വിരക്തി ഉണ്ടാവാന്ന് പറഞ്ഞാൽ വലിയ മുടിയും താടിയും വളർത്തിയിട്ട് ഇങ്ങനെ മരുഭൂമിയിലൂടെ കവിത പാടി ഇങ്ങനെ നടക്കലല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് വൃത്തിയായി ചെയ്യുക. പക്ഷേ ഈ ദുനിയാവിലും മതിമറന്നു പോകാതിരിക്കാം. കപ്പൽ ഓടണമെങ്കിൽ വെള്ളം വേണ്ടേ? വെള്ളം ഇല്ലാണ്ട് കപ്പൽ ഓടുവോ? മണ്ണിൽ കപ്പൽ ഓടൂലല്ലോ. പക്ഷേ അതേ വെള്ളം കപ്പലിൻ്റെ ഉള്ളിൽ കയറിയാലോ കപ്പൽ മുങ്ങും. ഇവിടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദുനിയാവ് വേണം, സഞ്ചരിക്കണമെങ്കിൽ ദുനിയാവ് വേണം, ജീവിതം മുന്നോട്ട്. പക്ഷേ ആ ദുനിയാവ് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ മുങ്ങിപ്പോവും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിരക്തി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ രണ്ടാമത് നമുക്കുണ്ടാകേണ്ടത് തഖ്വയാണ്. തഖ്വയെ കുറിച്ച് ഞാൻ കുറേ വിശദീകരിക്കുന്നില്ല. പക്ഷെ തഖ്വ ഉണ്ടായാൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. എൻ്റെ നാട്ടിലൊരു കോഴിക്കടയുണ്ട്. ആ കോഴിക്കടയിൽ പണിയെടുക്കുന്ന ഒരു ആസാമിയാണ്. ആസാമികൾക്ക് സാധാരണ തീരെ ദീനുമായിട്ട് ബന്ധം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇവൻ ഭയങ്കര സംഭവമാണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഷട്ടർ താത്തിട്ട് പള്ളിയിലേക്ക് പോകും. യാതൊരു അപ്പീലും ഇല്ല, ആര് പറഞ്ഞാലും കേൾക്കൂല. അവൻ പറയും എനിക്ക് എൻ്റെ പടച്ചോനാ വലുത്, പരലോക വലുത്, ഞാൻ നിസ്കരിക്കാൻ പോകും. അതുപോലെ തന്നെ തഹജ്ജുദൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കും. അവസാനം 1-2 ആളുകൾ വന്നിട്ട് പരാതി പറഞ്ഞ അവസാനം അയാളെ മുതലാളി പിടിച്ച് പുറത്താക്കിയതിൻ്റെ പിറ്റേന്ന് കച്ചവടം ഡൗണായി. അവിടുന്ന് കുറേ ആളുകളുണ്ടായിരുന്നു. ഓൻ അർത്ഥം മാത്രം കഴിക്കുന്ന കുറേ ആളുകളുടെ നാട്ടിൽ ഉണ്ടായി വന്നു. അവരൊന്നും അവിടുന്ന് കോഴി വാങ്ങിക്കാതായി. അവസാനം
ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഓനെ ആ ആസാമിന് തിരിച്ചുകൊണ്ടുവന്നു. എങ്ങനെ തിരിച്ചുകൊണ്ടെന്ന് അറിയോ? ഓൻ്റെ ഫാമിലിക്കും ഓൻ്റെ മക്കൾക്കും പ്രത്യേക റൂമൊക്കെ എടുത്തു കൊടുത്ത് നല്ല സെറ്റപ്പിൽ ആദ്യത്തേനേക്കാൾ ശമ്പളമൊക്കെ കൂട്ടിയിട്ട് ഓനെ ആ മുതലാളി തിരിച്ചു വിളിപ്പിച്ചു പടച്ചവൻ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടെങ്കിൽ എവിടെയൊക്കെ നമ്മൾ തഴയപ്പെട്ടാലും അതിനേക്കാൾ നല്ല ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞു പോകാൻ കഴിയൂല. എന്നാലും അത് വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നൊരു അവസരത്തിൽ വിശദീകരിക്കാം. അതിലൊന്ന് സബ്റും തവക്കുലുമാണ്, 2 ദുആയാണ്. ക്ഷമയോടെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.